ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മൾ കോഴിക്കോട്ടുകാരെ സ്പെഷ്യലായിട്ടുള്ള കണ്ണു വെച്ച പത്തിരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. ഇത് ചിക്കൻ കറിയുടെ കൂടെ ആയാലും മീൻ കറിയുടെ കൂടെ ആയാലും എന്തിൻ്റെ കൂടി നല്ല കോമ്പിനേഷനാണ്. ബീഫ് കറിയുടെ കൂടെയൊക്കെ പൊളിക്കും. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 3 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് വലിയ ക്വാണ്ടിറ്റി ആട്ടോ, ഒരു 5-8 കഴിക്കാനുണ്ടാവും. അപ്പോൾ ഇത്രയൊന്നും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ, ഇത്രയൊന്നും ആൾക്കാരില്ലെങ്കിൽ ഇതിൻ്റെ നേരെ പകുതിയാക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ ഞാനൊരു ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് അധികം ആവണ്ട. അപ്പോൾ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഞാൻ ഈ വെള്ളത്തിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു കുറച്ചും കൂടി നല്ലത്, കറക്റ്റായിട്ട് ഉപ്പുണ്ടാവും. എന്നിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബോൾസാക്കി എടുക്കാം. ചപ്പാത്തിയുടെ വലിപ്പത്തിലുള്ള ബോൾസാക്കിയിട്ടാണ് എടുക്കേണ്ടത്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഓയിൽ ആവശ്യമുണ്ട്. അതുപോലെ കുറച്ച് മൈദപ്പൊടി ആവശ്യമുണ്ട്. അത് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാനും പിന്നെ ഉള്ളിലും ഒന്ന് വിതറി കൊടുക്കണം. അപ്പോൾ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി വിതറിയതിന് ശേഷം ഓരോ ബോൾസായിട്ട് വെച്ചിട്ട് പരത്തിയെടുക്കുക. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ ഒരു വലിപ്പത്തിലും ആ ഒരു കനത്തിലും പരത്തിയെടുക്കുക. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. കുറച്ച് പൊടിയും വിതറി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ആദ്യം 2 ഭാഗത്തുനിന്നും ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഉള്ളിലും നമ്മൾ മടക്കിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. കൈവച്ചിട്ടാണെങ്കിൽ അങ്ങനെ തടവാ. ഞാനിപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് അങ്ങനെ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സ് പോലെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനിയാണിത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 2 ഭാഗത്തുനിന്നും ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ഈ ഭാഗത്തുനിന്നും ഇങ്ങോട്ടാക്കി കൊടുക്കുക. എന്നിട്ടൊരു ഫ്ലവറിൻ്റെ ഷേപ്പാക്കി എടുക്കുക. ഇതുപോലെയാണ് ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നത്. ഈ ഒരു കണ്ണു വെച്ച പത്തിരി തന്നെ പല രീതിയിൽ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ട്രയാങ്കിളായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അതുപോലെ സ്ക്വയർ ബോക്സ് ആയിട്ട് സിമ്പിളായിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഈ ഫ്ലവറിൻ്റെ ഷേപ്പാക്കിയ ഭാഗമുണ്ടല്ലോ, അത് അടിയിലേക്ക് തിരിച്ചിട്ടിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പൊടി വിതറുക, എന്നിട്ട് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് സ്ക്വയർ ആയിട്ടാണെങ്കിൽ സ്ക്വയർ ആയിട്ട് പരത്തിക്കോളൂ, അല്ലെങ്കിൽ വട്ടത്തിലാണെങ്കിൽ അങ്ങനെ പരത്തിക്കോളൂ. എങ്ങനെ പരത്തിയാലും കുഴപ്പമില്ല. പക്ഷെ നല്ല തിന്നാക്കി പരത്തണ്ട, ചെറിയൊരു തിക്നെസ്സോടെ പരത്തിയാൽ മതി. നല്ല തിന്നായി പോയാൽ ഉൾഭാഗവും പുറം ഭാഗവും എല്ലാം ഒരുപോലെ ക്രിസ്പി ആയി പോകും. അധികം അങ്ങനെ ക്രിസ്പി ആവണ്ട, പുറം ഭാഗം മാത്രം ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റായി കിട്ടിയാൽ മതി. നമ്മളത് തിരിച്ചിട്ട് പരത്തിയത് കൊണ്ട് തന്നെ ആ ഫ്ലവറിൻ്റെ ഷേപ്പ് അങ്ങനെ വിട്ടു പോകുകയൊന്നും ചെയ്യില്ല. ഇപ്പോൾ ഒരു പത്തിരി ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചീനിച്ചട്ടി എടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലത്തെ കുറച്ച് വീതിയുള്ള കടായി എടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് മുങ്ങി കിടക്കാൻ മാത്രമുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊരു പത്തിരി അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചൂടുള്ള ഓയിൽ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അത് ആ കണ്ണിങ്ങനെ തുറന്ന് വരും. ആ ഫ്ലവറിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് തുറന്ന് വരും. അത് ചെറുതായിട്ട് ഇതുപോലെ തുറന്ന് കാണണം. എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ചൂടുള്ള ഓയിൽ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ അത് പൊങ്ങി വരും. മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരുപാട് സമയം അങ്ങനെ വെച്ചിട്ട് ക്രിസ്പി ആക്കേണ്ട. ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഓയിലിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് ഓയിൽ കളഞ്ഞിട്ട് തന്നെ എടുക്കണം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഇത് ചൂടോടെ കഴിക്കാനാണ് കേട്ടോ പ്രത്യേക ടേസ്റ്റ്. നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പരത്തുന്ന സമയത്ത് നല്ല നീർങ്ങനെ അങ്ങ് പരത്തണ്ട. ലാസ്റ്റ് പരത്തുന്ന സമയത്ത് കുറച്ച് തിക്നെസ്സോടെ പരത്തിക്കോളും. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ആ ഒരു പൊറോട്ടയൊക്കെ കഴിക്കുന്ന ഒരു ഫീൽ കിട്ടുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്